ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ പ്രമോ വിശേഷം രാവിലെ സമയങ്ങളിൽ നമ്മൾ ഇടുന്നുണ്ട്. അതുകൂടെ കയറി കാണാൻ നിങ്ങൾ മറക്കരുത്. അങ്ങനെ നാളത്തെ മഴ തോരും മുമ്പേ എന്ന പരമ്പരയിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന അലീന വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ അനിയനായ രോഹിത്തിനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണം എന്നൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നേരെ മാമച്ചായനെ ആശ്രയിക്കുന്ന ഒരു ഭാഗമൊക്കെ നമ്മൾ കണ്ടു. മാമച്ചായൻ വലിയൊരു പ്രതീക്ഷയാട്ടോ. കാരണം മാമച്ചായൻ്റെ വലിയൊരു സപ്പോർട്ടോടു കൂടിയാണ് കഴിഞ്ഞ തവണ അലീന ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ മാമച്ചായൻ വഴി ഗ്രേസ് മാമ വഴിയും DYSPയെ കാര്യങ്ങൾ ബോധിപ്പിക്കുക, എന്നിട്ട് തൻ്റെ മോൻ നിരപരാധിയാണ് എന്ന് ബാലചന്ദ്രൻ തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിൻ്റെ ഫലമായി അലീന നമ്മുടെ മാമച്ചായനെ വിളിക്കുന്നു. മാമച്ചായൻ പറയുന്നുണ്ട്, മോളെ അതൊക്കെ അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. ഒന്നാമത് പീഡന കേസ് ആയതുകൊണ്ട് എനിക്കങ്ങനെ നേരിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ മോളിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ്, മോൾ എന്ത് പറഞ്ഞാലും അത് ന്യായത്തിൻ്റെ ഭാഗത്തെ നിൽക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. ഒരു പക്ഷേങ്കിൽ രോഗത്ത് തെറ്റുകാരനല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കുമല്ലോ മോള് എന്നോട് ഈ കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷേങ്കിൽ എനിക്ക് ഇത് പറയാൻ ഒരു പരിധിയൊക്കെ ഉണ്ട് മോളെ, എങ്കിലും നമുക്കൊന്ന് ശ്രമിക്കാം, നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ ബാലചന്ദ്രൻ വലിയൊരു പ്രതീക്ഷയോടു കൂടിയാണ് അലീന ഫോൺ വിളിക്കുമ്പോൾ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അലീന പറയണ, അങ്ങളെ ഞാൻ അച്ഛൻ്റെ ഈ ഫോൺ കൊടുക്കാമെന്ന് കൊടുക്കാൻ പറയാം കേട്ടോ. അങ്ങനെ അലീന ബാലചന്ദ്രനെ ഈ ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ പത്രയ ശബ്ദത്തിൽ ബാലചന്ദ്രൻ വിശേഷങ്ങൾ ചോദിക്കുന്നത്. അതിനുശേഷം പറയാണ്, ഇന്ന പോലെ എൻ്റെ മോൻ നിരപരാധിയാണ് എന്നൊരു അറിവ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് എൻ്റെ മോനെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടൊക്കെ കഴിയത്തുള്ളൂ. അതുകൊണ്ട് DYSPയുമായിട്ടൊന്ന് കൂടിക്കാഴ്ച നടത്തുവാനും സംസാരിക്കുവാനും ഒരവസരം, അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ തെറ്റുകാരനാണെങ്കിൽ അവനതിന് വേണ്ട ശിക്ഷ അനുഭവിച്ചത്. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരുത്തൻ എന്തിനാണ് ഇങ്ങനെ അപരാധിയായിട്ട് അല്ലെങ്കിൽ തെറ്റുകാരനായിട്ട് അകത്ത് കിടക്കുന്നത് എന്ന് ഓർത്താണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടങ്ങളും ഒരച്ഛൻ്റെ സങ്കടങ്ങളൊക്കെ മാമച്ചാനെ വിളിച്ചറിയിക്കുക കേട്ടോ. അങ്ങനെ മാമച്ചാൻ പറഞ്ഞു, നമുക്ക് ശ്രമിക്കാം, അവൻ തെറ്റുകാരനല്ലെങ്കിൽ അവനെ നമുക്ക് പുറത്തു കൊണ്ടുവരുവാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ, ആ മാർഗം വഴി നമുക്ക് മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് മാമച്ചായനും ബാലചന്ദ്രന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരിട്ട് കാണുവാനും വേണ്ടിയും DYSPനെ കാണുവാനും വേണ്ടിയുള്ള ഒരു അവസരത്തിന് വേണ്ടി മാമച്ചായൻ തയ്യാറാകുന്നൊരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. ഇതിനിടയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്, ആശുപത്രിയിൽ അല്പം ഭേദമായ അസുഖങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അപകട നില തരണം ചെയ്ത് ഒന്ന് നടക്കാനും ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ പ്രാപ്തിയായ കഴിവായ വൈജയന്തി ഡിവോഴ്സ് നോട്ടീസ് മൂവ് ചെയ്തിരുന്നല്ലോ. അതിനോടൊപ്പം തന്നെ ആശുപത്രിയിൽ ഡിസ്ചാർജായി ഒരിക്കലും അലീനയുള്ള ആ വീട്ടിലേക്ക് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകില്ല എന്നൊരു അടിയുറച്ച തീരുമാനമെടുത്ത് അങ്ങനെ പുതിയൊരു വീട്, നല്ലൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നു. 1,00,000 രൂപ അഡ്വാൻസും 20,000 രൂപ വാടകയ്ക്കും ഒരു വീടെടുക്കുന്നു. ആ വീട്ടിലേക്കാണ് വൈജയന്തി മാറി താമസിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ വിവരം മനു അറിയുകയും മനുവിൻ്റെ അച്ഛനോട് ശിവനോട് കാര്യങ്ങൾ പറയുകയാണ്. അച്ഛാ, ഇതുപോലെ വൈജയന്തി ഡിസ്ചാർജായി നേരെ പോകുന്നൊരു വാടക വീട്ടിലേക്കാണ്, അത് വലിയൊരു അപകടമാണ് അവർ ചെയ്യുന്നത്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കുടുംബം ചിന്നാഭിന്നമായി പോകും. അവർക്ക് പിന്നെ ഒരിക്കലും ഒന്നിച്ച് ബാലചന്ദ്രനും അതുപോലെ വൈജയന്തിക്കും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാതെ വരും. ഒരു കുടുംബം തകർക്കുന്ന കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് അച്ഛനൊക്കെ പറ്റുന്ന രീതിയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറയാം കേട്ടോ. ഈ സമയത്ത് ഇത് കേട്ട ശിവനും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ശിവനും അറിയാലോ സത്യം എന്താണെന്ന്. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ കമല മാക്സിമം വൈജയന്തിയെ എരിവ് കയറ്റി ഒരു കാരണവശാലും ബാലചന്ദ്രൻ്റെ അടുത്തേക്കോ അലീന ഭരിക്കുന്ന ആ വീട്ടിലേക്കോ പോകല്ല് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് വൈജയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന ഒരു കാഴ്ചയൊക്കെ വരുന്നത് നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം കാണുന്നതാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് കാര്യങ്ങൾ വൈജയോട് തുറന്നു പറഞ്ഞാലോ എന്ന് പോലും നമ്മുടെ ശിവനും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ ചെയ്താലും അത് വലിയ അപകടമാണല്ലോ എന്നൊക്കെ ഓർത്ത് അത് മനഃപൂർവ്വം മറച്ചു വെക്കുകയും അതിനുശേഷം വൈജയെ എങ്ങനെയെങ്കിലും ഈ ഒരവസ്ഥയിൽ നിന്ന് പിന്മാറ്റണം എന്നൊരു ശ്രമം നടത്തുവാൻ തയ്യാറാകുന്ന ശിവനെയൊക്കെ നമുക്ക് കാണാം. അതിനുശേഷം പ്രധാനമായും നടക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ DYSPനെ കാണാൻ വേണ്ടി
തയ്യാറാകുന്ന ബാലചന്ദ്രനും അലീനയും നേരെ മാമച്ചായൻ്റെ വീട്ടിലേക്ക്, രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് രേവതിക്കുട്ടിയുമായിട്ട് സ്നേഹ അല്ലെങ്കിൽ ഒരുപാട് ദിവസമായല്ലോ അലീനെ കണ്ടിട്ട്. അവരുടെ സ്നേഹ സംഭാഷണങ്ങൾ നടക്കുന്നു. അതിനിടയിൽ ഗ്രേസും മാമേനെയും അതുപോലെ മാമച്ചായനും ആയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ കൂടിക്കാഴ്ച നടത്തുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഈ വിഷയം പറയുകയാണ്. രോഹിത്ത് നിരപരാധിയാണെന്ന് അലീനയോട് ശരണ്യ എന്ന പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ കച്ചിത്തുരുമ്പിലാണ് അവന് വേണ്ടി, അവൻ തെറ്റുകാരൻ അല്ലെങ്കിൽ ഞാനൊരു അച്ഛനല്ലേ, അതുകൊണ്ട് എനിക്ക് അത് താങ്ങാൻ കഴിയുമോ, അതുകൊണ്ട് എന്ത് വഴിയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയും. എന്ത് പൈസ മുടക്കാനും ഞാൻ തയ്യാറാണെന്ന് മാമച്ചായനോടും ഗ്രേസ് മാമയോടും പറയോട്ടോ. ഈ സമയത്ത് പറയുകയാണ്, മാമച്ചായൻ പറയുന്നുണ്ട്, അത് ബാലചന്ദ്ര, ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്തായാലും റിസ്ക് എടുത്താലും ആ പെൺകുട്ടി കോടതിയിൽ വരുമ്പോൾ രോഗത്തിൻ്റെ പേരും പ്രതിപട്ടികയിലുള്ള രോഗത്തിൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ, മൊഴി മാറ്റാതെ അല്ലെങ്കിൽ അടിയുറച്ച് അവനും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് അത് വലിയൊരു വിഷയമായിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പം ബാലചന്ദ്രൻ പറയുകയാണ്, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആ കുടുംബക്കാർക്കും ഏറ്റവും ആവശ്യം 4 പേരുള്ള നാല് പേർ പ്രതികളാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെ കേസിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ എൻ്റെ മോൻ ബലിയാടായി മാറുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യേ പറ്റൂ എന്ന് ബാലചന്ദ്രൻ പറയോട്ടെ. ഈ സമയത്ത് മാമച്ചായൻ പറയാം, നമുക്ക് നോക്കാം, പരിശ്രമിച്ച് നോക്കാം. അവനെ പുറത്തിറക്കുവാൻ, അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അവനെ പുറത്തിറക്കണം. ഒരു അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് നമ്മുടെ നിയമം പറയുമ്പോൾ അങ്ങനെയൊന്നും അവനെ ആർക്കും ശിക്ഷിക്കാൻ പറ്റില്ല ബാലചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കുന്ന മാമച്ചായനെയും ഗ്രേസ് മാമനെയൊക്കെ കാണാം. അതിനുശേഷം കാണുന്നത് നമ്മുടെ മാമച്ചായൻ നേരെ തൻ്റെ DYSPയെ വിളിക്കുകയാണ്. DYSPയുടെ മരുമോളാണല്ലോ മാമച്ചായൻ്റെ അല്ല ഗ്രേസ് മാമയുടെ ബന്ധുക്കാരി. അങ്ങനെ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുകയും നേരിട്ട് കാണാനും ഉള്ളൊരു അവസരം ഉണ്ടാകുന്നു. അങ്ങനെ ആ അവസരം പരമാവധി ബാലചന്ദ്രൻ ഉപയോഗിക്കുന്നു. അങ്ങനെ കേസിനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ ചർച്ച ചെയ്യുകയും അങ്ങനെ DYSPയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി രോഹിത്ത് നിരപരാധിയാണെന്നും രോഗത്തിനെ പെടുത്തിയതാണെന്നും തെളിവോടുകൂടി പറയുന്ന DYSPയ്ക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് കേട്ടോ. എങ്കിലും DYSP പരമാവധി അലീന എന്തായാലും ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ എന്ന് DYSPയ്ക്കും അറിയാം. എങ്കിലും ആ പെൺകുട്ടിയുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യുവാനും ആ പെൺകുട്ടിയോട് കാര്യങ്ങളിലൊന്ന് ചോദ്യം ചെയ്ത് വിശദവിവരം അന്വേഷിക്കുവാനുമുള്ള ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ്റെ മോനായ രോഹിത്ത് തെറ്റുകാരനല്ല, അവൻ നിരപരാധിയാണ് എന്ന് ശരണ്യ കോടതിയിൽ പറയുവാനൊരു തീരുമാനമൊക്കെ എടുക്കുന്ന ഒരു ഭാഗമുണ്ട്. വീട്ടുകാരുടെ ഒരുപാട് സമ്മർദ്ദമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ സമ്മർദ്ദത്തെയൊക്കെ അലീനയുടെ ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ശരണ്യ മറന്നു പോവുകയും രോഹിത്തിനെ കുറ്റമുക്തനാക്കി മാറ്റുവാൻ ശരണ്യ ഒരുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നല്ല ഭാഗമൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.